യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛാ, അമ്മേ, എന്തായി? ഇതുവരെ അവന്റെ കിക്ക് മാറിയിട്ടില്ല. കണ്ടില്ല കിടന്നുറങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. പ്രതീക്ഷ, വീഡിയോ ബുദ്ധിപൂർവ്വം എടുത്തോളണം. അത് ഞാൻ ഏറ്റച്ച. ഓൺ ചെയ്ത് പോക്കറ്റിലിട്ടോ. വിളിക്ക് 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 വിളിക്ക്. സേതു, സേതു, ജാനകി, നീ തന്നെ വിളിക്കും. പിന്നെ ഞാൻ വിളിച്ചാ തന്നെ ഉണരാൻ പോവാ. സേതു, സേതു, എഴുന്നേക്ക്. എണീക്കടാ അങ്ങോട്ട്. എണീക്ക്. പിടിക്കട. അല്ല, വലിയ വലിയൊക്കെ പോന്നു. നീ എവിടെയാ നിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്തു പറ്റിയടാ? ഇന്നലെ കോള കുടിച്ചിട്ട് നീ പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്താ? അറിഞ്ഞില്ല വലിയ, പഴയ കോളയാന്ന് തോന്നുന്നു. അല്ലടാ, അതെന്റെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നാ. അതിന്റെ വീര്യം കൊണ്ടായിരിക്കും നീ ഉറങ്ങിപ്പോയത്. അതുകൊണ്ടായിരിക്കും. തലയ്ക്കൊക്കെ തന്നെ വല്ലാത്തൊരു പെരുപ്പ്. ഇനിയൊന്ന് കുളിച്ചാലേ മാറത്തുള്ളൂ. എന്തിനാ അലിച്ചവനോട്ട് വിളിപ്പിച്ചത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ആവശ്യമൊക്കെ നീ സംസാരിച്ചല്ലോ സേതു. ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കും? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? വലിച്ചെന്താ പറയുന്നത്? എന്ത് സംഭവിച്ച കാര്യം? എന്താടാ ഇത്? നീ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നോ? എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. അയ്യോ, എന്താടാ സേതു, നീ ഇന്നലെ കരഞ്ഞു പറഞ്ഞതൊക്കെ മറന്നോ? കരഞ്ഞു പറഞ്ഞു? ഞാനോ? എന്താ വലിച്ചത്? ഞാൻ എന്താ പറഞ്ഞത്? ആ ധ്രുവിന്റെ കാര്യമാ. ധ്രുവൻ ജീവിച്ചിരിപ്പില്ലെന്നും ഭാനു അവനെ കൊന്നെന്നും നീ പറഞ്ഞില്ലേ? ഒടുവിൽ ഭാവനയാണ് ഭാനുവിനെ രക്ഷിച്ചെന്നും ധ്രുവന്റെ ബോഡി കുഴിച്ചിട്ടെന്നും ഈ കേസിൽ നിന്നും ഭാവനയും ഭാനുവിനെയും രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞു തരാനും നീ എന്നോട് പറഞ്ഞില്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ? എടാ, നീ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഈശ്വര, ഞാനിതൊക്കെ എപ്പോ പറഞ്ഞു? ഇല്ല, സമ്മതിക്കാൻ പാടില്ല. എന്താടാ നീ ആലോചിക്കുന്നു? നീ പറയാതെ പിന്നെ എങ്ങനെ ഞങ്ങൾ അറിഞ്ഞത്? എന്താടാ ഉണ്ടായത്? നീ എന്നോട് പറ. വെളിച്ച എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വലിച്ച. അല്ലാത്തന്നെ അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ ഞാനിതൊക്കെ പറയുന്നത്? ഓ, അപ്പൊ ഞങ്ങളെ ഇപ്പോഴും നിനക്ക് വിശ്വാസം ഇല്ല അല്ലേ? എന്റെ നാവിന് എന്തൊക്കെയോ ചാടിയിട്ടുണ്ട്. അതാ വീണ്ടും ചോദിക്കുന്നത്. ഈശ്വര, എന്താ ഇപ്പൊ പറയേണ്ടത്? സേതു, സത്യം പറ. നീ പറഞ്ഞ പോലെ ധ്രുവനെ കൊന്നത് ഭാനുവാണോ? വലിച്ച, ഭാവനയോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് വെറുതെ വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. ഭാനു ആരെയും കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ നീ ഇന്നലെ പറഞ്ഞോ? എപ്പോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. വലിച്ച ഇന്നലെ കുടിച്ചിട്ട് സ്വപ്നം കണ്ട് ബോധമില്ല അവരൊന്ന് പറയുവോ? വലിച്ച വെറുതെ ആവശ്യമില്ലാതെ ഭാവനയും ഭാനുനെയും പറഞ്ഞോണ്ടല്ലോ. ഞാൻ പിന്നെ ഈ വീടിന്റെ പടി പോലും കടക്കത്തില്ല. പറഞ്ഞേക്കാം. എടാ, അതിന് ഞാനല്ലല്ലോ, നീ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ശരിയാകത്തില്ല. ഞാൻ പോവാ. ഇപ്പൊ ഉറക്കം ഒഴിഞ്ഞത് വെറുതെ ആയല്ലോ. നീ നോക്കിക്കോ ജാനകി,
ഇവനെ കൊണ്ട് തന്നെ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. ആ ദേശേ വിളിക്കുന്നു. ഇതാ പറ എന്താന്ന് വെച്ചാ. എവിടെ ഒന്നും കിട്ടിയില്ലേ? ഹലോ സാർ. ഹലോ, എന്തായി വിജയപത്മ? അവൻ വല്ലതും പറഞ്ഞോ? സോറി സാർ. പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവൻ പറയുന്നില്ല. ഛേ, നിങ്ങൾ എത്ര വലിയ മണ്ടത്തര കാണിച്ചെന്നറിയാമോ? നല്ലൊരു ചാൻസ് ആയിരുന്നു. സോറി സാർ, പറ്റിപ്പോയി. ഇനി ഞാൻ നോക്കിക്കോളാം. എന്ത് സോറി? കൺമുന്നിൽ വന്ന അവസരമാ താൻ ഇല്ലാതാക്കിയത്. താൻ ഫോൺ വെക്കടോ. എസ് ഐ നല്ല ചൂടില്ല. വേണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റാനുള്ളത് പറ്റി. നിന്ന നിപ്പിലല്ലേ അവൻ മറുകണ്ഠം ചാടിയത്. ശോ. ഇല്ല ജാനകി, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അച്ഛാ, ധ്രുവൻ മരിച്ച വിവരം മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ചത് തെറ്റ് തന്നെയാ. ഭാനുവിന്റെ ഭാവി ഓർത്തപ്പോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. ധ്രുവനെ കാണാതെ അവന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല അച്ഛാ. സ്വപ്നത്തിൽ പോലും അവരെന്നെ വേട്ടയാടുന്നു. ഇനിയും വയ്യച്ച. ഇന്ന് വരെ ഒരു തെറ്റും ചെയ്യാതെ മാന്യമായി ജീവിച്ച ഞാൻ എങ്ങനെയൊക്കെ ചെയ്തെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു അച്ഛ. അതുകൊണ്ട് ഞാനാണ് ധ്രുവനെ കൊന്നതെന്ന് പോലീസിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ ഞാനിത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും അവര് ഭാനുവിനെ കസ്റ്റഡിയിലെടുക്കും. എപ്പോഴും പിടിച്ചു നിൽക്കാൻ പാവം ഭാനുവിന് കഴിഞ്ഞൊന്നും വരില്ല. എന്നിൽ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വം ഇപ്പൊ ഇല്ല അച്ഛ. എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാൻ പോവാ. അല്ലാതെ ഇനി ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്കാവില്ല അച്ഛ. എന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ എന്റെ അച്ഛന്റെ മുമ്പിൽ മറക്കുക. അച്ഛൻ തന്നെ ഇനിയും ഈ കുടുംബത്തിന് കാവലായിരിക്കണം. എന്താ മോളെ, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നു? നീ എന്താ അച്ഛനോട് പറഞ്ഞ? എന്താടാ, എന്തു പറ്റി? എനിക്കറിയത്തില്ല. ഭാവന അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടെന്ന് കരയോ? എന്താ മോളെ, എന്താ പറ്റിയേ? എന്താ ഭാവന? എന്താണെങ്കിലും പറയും. പറ മോളെ, എന്താണെന്ന് നീ ഞങ്ങളോട് പറ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ധ്രുവന്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്താവുന്ന എനിക്ക് ചിന്തിക്കാനാവുന്നുണ്ട്. എങ്കിലും ഞാൻ എടുത്ത ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. അതിന് നീ എന്ത് തീരുമാനം എടുത്തത്? അതോടെ പറ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. സത്യത്തിന്റെ കണ്ണുകൾ എന്നും മൂടി വെക്കാനാവില്ല സേതുവേട്ടാ. ഇപ്പൊ ഞാനിത് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല.
ധ്രുവന്റെ തിരോധാനത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാനുവിനെ എന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ വന്നാ ഉറപ്പായും ഭാനുവിന്റെ ഭാവിയെ അത് ശക്തമായിട്ട് ബാധിക്കും. അത് പാടില്ല.